ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ ചുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഏച്ചിൻ്റെ എടുക്കുകയുള്ളത് മുക്കാളി. അപ്പോൾ ഇന്ന് ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞി ഷോപ്പിംഗ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇപ്പം റെഡിയാകാൻ പോകുന്ന കുട്ടപ്പൻ ഇപ്പോൾ എത്തും. ഇനിയിപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് ഒന്ന് പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. നമ്മൾ പോകുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. ആള് ഭയങ്കര അലമ്പ് സീനിലുള്ളത്, അതുകൊണ്ട് എനിക്ക് റെഡിയാവും നിന്ന് എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് റെഡിയായിട്ട് കാണിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അതിലിടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറേ തിരക്കും പരിപാടിയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത് ആൾ വണ്ടി കയറി പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. എന്താ പറയുക, വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഷുട്ടു അടുത്തായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടെന്ന് പറയുന്നത്. എപ്പോൾ വണ്ടി കയറിയാലും ഈ പാട്ട് വെക്കണം. ആൻഡ് നമ്മൾ ഈ പാട്ട് തന്നെ കേട്ടുകൊണ്ടേയിരിക്കണം. 1-2 പ്രാവശ്യമല്ല, ഒരു 5-6 തവണ, ഒരു 10 തവണയൊക്കെ നമ്മളിത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണം. ഇത് കഴിയുമ്പോഴേക്ക് തന്നെ ആൾ പിന്നെയും പറയും, അമ്മയെ കിളിയെ വെക്ക്, കിളിയെ വെക്ക്. അപ്പോൾ ഇത് തന്നെ നമ്മളും കേട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ തന്നെ മാഹിയിൽ പോയി എണ്ണ അടിച്ച് വന്നു. പിന്നെ നമ്മൾ നേരെ കാരി ഫ്രഷിൽ പോകാമെന്ന് വിചാരിച്ചു. ആടെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക്, നമുക്ക് ഈ കിച്ചൺ യൂട്ടിലിറ്റി സാധനങ്ങൾ, ഹോം അപ്ലയൻസസ് സംഭവങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി അവരുടെ കൂപ്പൺ കാർഡ് ഉണ്ട്, നമ്മൾ മെമ്പേഴ്സാണ്, കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല ഓഫറുള്ള സാധനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഏതാ വേണ്ടേ? താഴേന്ന് നമുക്ക് വേണ്ട കുറച്ച് ലിക്വിഡും സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പാത്രം എടുക്കാൻ വേണ്ടി നേരെ മേലേക്ക് പോയി. മേലെ നമ്മൾ ട്രോളി കയറില്ല, അതുകൊണ്ട് ഞാൻ അവിടെ താഴെ വെച്ച് എടുത്തിട്ട് പോയി. ഫസ്റ്റ് നമുക്ക് കുറച്ച് കുക്ക് വെയർ സാധനങ്ങൾ വേണം. നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ ഇപ്പം അല്ലേ നിൽക്കാൻ തുടങ്ങുന്ന കുറച്ചും കൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന അധികം ഐറ്റംസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ നമ്മുടെ ദോശത്തവയൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കി വരികയായിരുന്നു. മെയിനായിട്ട് നമുക്ക് കിച്ചൺ യൂട്ടിലിറ്റി സാധനങ്ങളും പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുള്ള സംഭവം എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് 3 പാത്രമൊക്കെ ഓഫറിൽ കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് കിച്ചൺ ടവൽസ്, നമ്മുടെ അങ്ങനത്തെ സ്പോഞ്ചസ് കാര്യങ്ങൾ അതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എടുത്തു. നമ്മൾ ഓരോന്ന് നോക്കി എടുക്കുമായിരുന്നു. നീ ഇവിടെ നിൽക്കുന്ന ഇവർക്ക് ഹെൽപ്പ് ചെയ്യേ. ഞാൻ എല്ലാ സാധനങ്ങളും എപ്പോഴും സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഫോണിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടിട്ടാണ് സാധനം വാങ്ങിക്കാൻ വരും. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ത് സാധനമാണ് വേണ്ടതെന്ന്. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് കപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ 2 കപ്പ് എടുത്തു. നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഒന്നിന് 99 അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. പിന്നെ ഷുട്ടൂനെ വെച്ച സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം എന്നെക്കാളും മുന്നേ ആൾക്ക് സാധനം എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം കിട്ടി. നമുക്ക് 2-3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇവർക്ക് എന്താ പറയുക ഉണ്ടായിരുന്നില്ല അവരുടെ സ്റ്റോക്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ ചുറ്റും ഓൾറെഡി പൊട്ടിച്ചുകൊണ്ട് ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ, കുറച്ച് ഡബ്ബാസ് സാധനങ്ങൾ, അങ്ങനെ നമ്മൾ ബാത്റൂം ക്ലീനിങ് സാധനങ്ങൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ ഇതാ നമ്മൾ സാധനം വാങ്ങിച്ച് ചുട്ടുപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിയോളൂ. അത് ഫുള്ള് തിന്നൊന്നുമില്ല, 1 പകുതിയാണ് തിന്നേ. അമ്മയ്ക്ക് തരണം വേണം ഒറ്റക്ക്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫാമിലിയിൽ പോകണം. ഇപ്പോൾ ഡ്രസ്സും ഒക്കെ ഉണ്ട്, കിട്ടുമോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടൊക്കെ പോകുന്നത് വേണ്ടേ. ഇങ്ങനത്തെ ഒരു കുട്ടീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോക്ലേറ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അല്ല ഓക്കെ, നമ്മൾ പോകുമ്പോൾ കാണാം. നമ്മളെടി എത്തിയതാ. ഇതെടി എന്ന സ്ഥലവും മുക്കാളി. ഞാനിതാ നമ്മൾ ഫാമിലിയിലെത്തി.
എനിക്ക് കണ്ണൂർ ഫാമിലി പോയപ്പോൾ നല്ല വിലക്കുറവും നല്ല അടിപൊളി കളക്ഷനും ഉള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ വടകര തന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പം 2-3 ഫംഗ്ഷനൊക്കെ വരാണ്ട്. എനിക്ക് ഡിസംബറിൽ ഒരു കല്യാണം ഉണ്ട്. പോരാത്തതിന് ഇപ്പം നമ്മുടെ ബേബിനിക്കുട്ടീൻ്റെ ചോറ് കൊടുക്കലും പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോകണം, കൊടുങ്ങല്ലൂർ പോകണം. അതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇവിടെ നല്ല സെലക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എനിക്ക് 2 കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലേതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഈ ഒരു ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനേക്കാളും എനിക്കില്ലാത്തൊരു കളറ് ഞാൻ കണ്ടു, ഈ ഒരു കളറ്. അപ്പോൾ ഇത് ഇട്ട് നോക്കിയപ്പോൾ മെയിൻ പാർട്ട് എന്താ വെച്ചാൽ ഇത് XXL ആയിരുന്നു. എനിക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞാനത് മടക്കി വെച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് എത്തിയപ്പോൾ ആ കുട്ടി ഇതാ ചേച്ചി പിന്നെ സൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവം എടുത്തു. 1400 അത്രയൊക്കെ റേറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ നേരെ പിന്നെ നല്ല മഴയാട്ടോ, ഇപ്പോഴും ഭയങ്കര മഴയാണ്. അങ്ങനെ ഞാൻ ഒരുവിധം ചുട്ടൂനെ പിടിച്ച് ശരിയാക്കി വണ്ടിയിലൊക്കെ കയറ്റി. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. അമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രഷായി, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, ചുട്ടൂന് ഫുഡ് കൊടുക്കണം. ഏകദേശം ആൾ ഉറങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒക്കെ ഫുഡ് കൊടുക്കട്ടെ, അല്ല പിന്നെ എന്തായാലും ഉറങ്ങിപ്പോകും ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ താഴെ വന്ന് ചുട്ടുപ്പിക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചു. കാരണം അവൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങാനൊക്കെ. അപ്പം ഞാൻ അതൊന്ന് സെറ്റാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാനും നേരെ കഴിക്കാനിരുന്നു. നല്ല മുളകിട്ട മത്തിക്കറി, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം മുളകിട്ടൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാൻ. പിന്നെ അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫിഷ് ഫ്രൈയും. അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മീൻ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തൈരും കൂടെ വെച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. ഫിഷ് കറീൻ്റെ കൂടെ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നോൺ വെജിൻ്റെ കൂടെ കൂട്ടരുതെന്ന് പറയും, ബട്ട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചുട്ടും ഉറങ്ങിയപ്പോൾ ഞാനും കുറച്ച് സമയം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇതാ നമ്മൾ എണീച്ച് ചായയൊക്കെ കുടിച്ചു. മിൽക്കി ബിക്കീസിൻ്റെ ഇത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ എയറോ റൂട്ട് അവിടെ വെച്ച് എൻ്റെ കൂടെ മിൽക്കി ബൈറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അവൾ പാലും 2 ബിസ്ക്കറ്റും കഴിച്ചു, ഞാൻ ചായയും ബിസ്ക്കറ്റും. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ചുട്ടൂനും ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്ത് ബ്രെഡാണെങ്കിലും അവൾ ചായയിൽ മുക്കണം എന്ന് പറയും. ചായയല്ല, പക്ഷേ അവൾ പാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കുത്തിയിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇനിയിപ്പം മൂപ്പരെ കുളിപ്പിക്കാൻ. 2 ദിവസം ഞാൻ അങ്ങായതുകൊണ്ട് തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുടിയൊക്കെ ഫുള്ള് പാറി അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് ആളെ കുളിപ്പിച്ച് ഇതാ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുട്ടൂനും കുളിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വെച്ചാൽ ഡ്രസ്സ് ഇടിക്കലും ക്രീം അടിക്കലുമാണ്. ചെറുതായിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കിടത്തിയിട്ടോ ഇരുത്തിയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം എന്ന് വെച്ചാൽ ഒരേ ഓട്ടായതുകൊണ്ട് ആളെ പിടിച്ചിരുത്തി ഡ്രസ്സ് ഇടിക്കലും ക്രീം ഇടിക്കലും ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നടു ഒരു സൈഡാവും. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇനി എനിക്ക് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് വെക്കണം, പാക്ക് ചെയ്ത സാധനങ്ങൾ എടുത്ത് വെക്കണം. അങ്ങനെ ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് അങ്ങ് പോയ സമയത്ത് അമ്മ എല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അലക്കിയിട്ടത്. അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച്. എന്ത്
നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെത് വേറെയും ചുറ്റുവിൻ്റെ വേറെയും എടുത്തു വെക്കാനുണ്ട്. ഒന്നും നടന്നിട്ടില്ല. അപ്പം അത് നോക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കണം. മേ ബി നാളെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഇപ്പം എല്ലാം മിക്സഡ് ആയിട്ടാണ്. അങ്ങനെ ചുറ്റുവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടാ. ഷൂസോ? ഷൂസാ? ഏത് ഷൂസ്? ഷൂസ് എടുത്തിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോന്നെ? ഷൂസ് എടുത്തിട്ട് ഇപ്പൊ എങ്ങോട്ട് പോവാ? അതെടുക്കണ്ട, ഇത് താഴെ കൊണ്ട. ABCD അമ്മ തന്നല്ലോ പൊന്നിന്. എവിടെ? ഞാൻ തന്നല്ലോ. കിട്ടിയാ? കിട്ടിയായിരുന്നോ? അമ്മേന്റെ ഗുളിക. പെന്നോ? പെന്ന് തരാം. പ്ലീസ് വെയിറ്റ്. ഓക്കെ. പെണ്ണ് അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ അമ്മ ഫോൺ എവിടെയാ വെച്ചത്. അപ്പോഴേ മനസ്സിലാവും. അതുവരെ മോള് തന്നെ കളി. ഏത്? ആ ഇതാ കിട്ടി. അതൊക്കെ ഞാൻ പോകുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ചുട്ടും ഒരു പ്രാവശ്യമൊക്കെ ഇട്ട ഡ്രസ്സായിരുന്നു. അപ്പം ഞാനതൊക്കെ ഹാങ്ങറിൽ തൂക്കിയിട്ടു. പിന്നെ ബാക്കി എല്ലാം മടക്കി എല്ലാം വെച്ചു. അങ്ങനെ കുറച്ച് സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒന്ന് സെറ്റായിട്ട് പിന്നെ നമ്മുടെ ക്രീംസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയത് അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ മേലെ കുറച്ച് അടുക്കി പെറുക്കി വെക്കണം. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് കുറച്ച് OCD ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും ചില സമയത്ത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെച്ചെടുത്തിരിക്കണം. അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും നോക്കി അതുപോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ചുട്ടുള്ളത് കൊണ്ട് തന്നെ ആളുടെ കൈ എവിടെയാന്ന് വെത്തുന്നത് അവിടെ എല്ലാം അവൾ എന്താണോ കിട്ടുന്നത് എല്ലാം വലിച്ച് വാരി താഴിടാനേ ശ്രമിക്കുള്ളൂ. പിന്നെ അതിലും ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മമാരാണെങ്കിൽ അറിയായിരിക്കും ഒന്നിനും സമയവും കിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പറ്റുമ്പോഴെല്ലാം ഞാനെല്ലാം എടുത്തു വെക്കും. പിന്നെ അത് പിന്നെയും ചീത്തയാവും. പിന്നെയും എടുത്തു വെക്കും. പിന്നെയും ചീത്തയാവും. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സൺക്രീമും പിന്നെ എൻ്റെ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ നമ്മൾ പൗച്ചിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. എന്നാലും എനിക്ക് ഈ സാധനങ്ങൾ എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ഇവിടെ വെക്കുമ്പോൾ 100 കണ്ണ് വേണം. കാരണം ആളുടെ കൈയെത്തുന്ന സ്ഥലത്ത് തന്നെയാണ് സംഭവം ഉള്ളത്. എല്ലാം മറ്റേ കുപ്പി പോലത്തെ ഗ്ലാസ് ആയിട്ടുള്ള ബോട്ടിൽസ് ആയതുകൊണ്ട് ആളൊന്ന് താഴെയിട്ട സാധനം ചിന്ന ഭിന്നമായി പോവും. പിന്നെ ആളുടെ കാലിൽ കയറി കയ്യിൽ കയറി ഭയങ്കര പണിയായിരിക്കും. അപ്പം ഞാൻ എപ്പോൾ അവളെ റൂമിൽ കൊണ്ടുവന്നാലും തുടരുതെന്ന് ആദ്യമേ പറയും. തൊടാൻ ശ്രമിക്കുകയും ഞാൻ സമ്മതിക്കാറുമില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണത്. പിന്നെ നമുക്ക് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിക്കും. കേട്ടോ? കണ്ടടാ. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാം ഞാൻ എടുത്ത് ക്ലീനാക്കി വെച്ച് എവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ ഏറ്റവും പണിയാണ് ഈ പാക്കിങ് ആൻഡ് അൺപാക്കിങ് എന്ന് പറയുന്നത്. ബെഡ് ഫുള്ള് ഇപ്പം ഒരാൾ വന്ന് വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ടുണ്ട്. അവൾ ABCDയും കാര്യങ്ങളെല്ലാം അതിൽ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്താൽ എനിക്കൊന്ന് കുളിക്കണം.
ഇത് ഞാൻ വന്ന അപ്പം തന്നെ എടുത്തിട്ട് ഡ്രസ്സ്. അപ്പം ഇത് തന്നെ ഇടാൻ കുളിച്ചിട്ടും ചെണ്ടിനി ഇതൊന്ന് മൊത്തം മെസ്സപ്പാക്കി ഇട്ടിട്ടുണ്ടാള്. ഇതും കൂടെ ഒന്ന് സെറ്റാക്കി എൻ്റെ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് വേണം ഇനി ഒന്ന് കുളിക്കാൻ. അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ചുമ്മാ എൻ്റെ ഒരു റൂം ടൂർ കാണിക്കാം. ചുമ്മാ ഇപ്പം പെട്ടെന്ന് വിചാരിച്ചതാണ്. ഇത് അധികം നീറ്റായിട്ടുള്ള റൂമൊന്നുമല്ല കേട്ടോ. ഇത് ഷുട്ട് ഫുള്ളെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് കിടക്കയിൽ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു റൂം എന്ന് പറയുന്നത്. ബെഡ് ഇതെല്ലാം ഞാൻ വൃത്തിയിൽ വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് കയറി തുള്ളി എല്ലാം നാശപ്പലത്താക്കി വെച്ചിട്ടുണ്ട്. ആളുടെ ബോട്ടി സീറ്റ് ഇത് പഴയ നമ്മുടെ ഫോണായിരുന്നു. അപ്പോൾ ഇപ്പം അപ്പുറത്ത് അവൾ എടുത്തു കൊണ്ടുവന്നിട്ട് കളിക്കും അതിലെടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അതുണ്ട് ഇടാം. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി ഷൊട്ടോ. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ഈ സംഭവങ്ങളൊക്കെ ചെയ്യും, ആയിഷ. അപ്പോൾ ഷുട്ടു ഉണ്ടായ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരെണ്ണം കുഞ്ചു പോകുന്ന സമയത്ത് ആദ്യം അവൾ വാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഷുട്ടുവിൻ്റെ അവളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഫോർ എ മെമ്മറി. പിന്നെ ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന പെട്ടി. ഇതാണ് ചെറിയൊരു നമ്മുടെ മേക്കപ്പ് ഏരിയ. മേക്കപ്പ് അങ്ങനെ യൂട്ടിലിറ്റി സംഭവമൊന്നുമില്ല. ഇത് ഷുട്ടുവിൻ്റെ ടവലാണ്, അത് വാഷ് ചെയ്യാനിടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഏരിയ. ഞാനിത് ഇതുവരെ വായിച്ച് തീർന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങ് പോയപ്പോൾ എടുത്തുകൊണ്ടുവന്നത് ആ ബുക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ച് ചേർക്കണം. ഇനി ഒരു കുറച്ച് പേജും കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് 2 ഹെഡ് റെസ്റ്റ് വരുന്ന ചെറിയൊരു ടേബിൾസ് ഉണ്ട്. അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് എന്നാലും ഇതാണ് നമ്മുടെ ഒരു ചെറിയ റൂം. ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ വാർഡ്രോബ്, ചെറിയ വാർഡ്രോബാണ്. അത്രയൊക്കെ സാധനം ഉണ്ടോ. പിന്നെ ഇങ്ങനെ വന്നാൽ നമ്മുടെ ഒരു അലക്കാനിടുന്ന തുണീൻ്റെ സംഭവം. പിന്നെ ദിസ് ഇസ് ബാത്റൂം ഒന്നും കാണിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂം എന്ന് പറയുന്നത്. ആ മേലെ കാണുന്ന ജാൻവിന്ന് എഴുതിയത് ഷുട്ടുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഡെക്കോർ ചെയ്തപ്പോൾ ആ ടീം ഉണ്ടാക്കിയിരുന്ന സാധനം. അപ്പോൾ അത് ഞാൻ കളയാൻ തോന്നിയില്ല. സോ ഞാൻ അത് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചതാണ്. ദിസ് ഇസ് ജാൻവീസ് റൂം. അപ്പോൾ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ആസ് യൂഷ്വൽ നോർമൽ സാൽസിലിക് ആസിഡ് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. വേറെ ഒന്നും ചെയ്യൂല. ഇനിയിപ്പോൾ രാത്രി ബാക്കി പരിപാടി. പിന്നെ ചുട്ട് താഴെ ഉണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ താഴെ പോയി നോക്കിയാലേ അറിയൂ. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അവളുടെ കൂടെ കളിക്കണം, പിന്നെ കുറേ സമയം TV കാണണം, സിനിമ കാണണം. പിന്നെ ഇപ്പോഴുള്ള മെയിൻ പരിപാടിയാണ് നമ്മൾ ബിഗ് ബോസ് കാണും, ഞാനും അമ്മയും. ഞാൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസാണ് ഞാനങ്ങനെ ഫുൾ സ്ട്രെച്ചിൽ എന്താ പറയുക, ആദ്യം മുതൽ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരു മിഡൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ ഭയങ്കര വീക്കാണ്. എന്താ പറയുക, കണ്ടസ്റ്റൻസ് ഒന്നും ഭയങ്കര നല്ലില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അത് വേറെ എന്തൊക്കെയോ അഭിപ്രായമുണ്ട്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കുറച്ചും കൂടി ഒച്ചപ്പാട് കുറവുള്ള പോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഒച്ചപ്പാടായിരുന്നു, അതുകൊണ്ട് ഞാൻ കാണാറേ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് സൗണ്ട് കുറവുള്ള ഒരു സീസണാണ് എനിക്ക് തോന്നി എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കാണാറുണ്ട്. ഗെയിംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതാണ് ഇനിയത്തെ എൻ്റെ അമ്മേൻ്റെ മെയിനായിട്ടുള്ള പരിപാടി, ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും താഴെ പോയി നോക്കട്ടെ. മറ്റേ ആൾ എന്താണെന്ന് അവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് താഴെ പോയിട്ട് കാണാം. കുറച്ചൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ഷുട്ടുവിനൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ആളിപ്പം 2-3 ദിവസമായിട്ട് ആൾക്ക് പുഴുങ്ങിയ മുട്ട വളരെ നന്നായിട്ട് തന്നെ മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഓംലേറ്റ് ആക്കി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷണം വിജയിച്ചു. കുറച്ചങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഉപ്പും കുരുമുളകും കുറച്ചിട്ടിട്ട് സാധാരണ ഉണ്ടാക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു 7 ആയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നു. ഇന്ന് അമ്മ എനിക്ക് പത്തിരി ഉണ്ടാക്കി തന്നു, അരിപ്പത്തിരി. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ നല്ല മുളകിട്ട മത്തിക്കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏർലി ആയിട്ട് ഫുഡ് കഴിക്കും.
എനിക്ക് കിടക്കുമ്പോഴേക്കൊക്കെ കുറച്ച് വിശന്നിട്ടൊക്കെ ദഹിച്ചിട്ടൊക്കെ കിടക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതും കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ പുതിയ കപ്പിൽ ഒരു ഗ്രീൻ ടീ എടുത്ത് നേരെ അവിടെ വന്നിരുന്നു. ഷുട്ടു പിന്നെ കുറേ നേരം കൊക്കോമലം കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മേലെ വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടു, നമ്മൾ ബ്രഷ് ചെയ്തു, ഷുട്ടൂന് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, എപ്പോഴും ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഡോട്ട് ആൻഡ് കീയുടെ നൈറ്റ് ക്രീമാണ്. അതാണ് എപ്പോഴും ഞാൻ ഇപ്പം കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് സംഭവം, നല്ല പ്ലം ആയിട്ട് നിൽക്കും. രാവിലേക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ കുറേ നമുക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി റിങ്കിൾസൊക്കെ കുറക്കാൻ ഭയങ്കര നല്ലതാണ്. ആൻറ്റി ഏജിങ് ആണെന്നാണ് അവർ പറയുന്നത്, റെറ്റിനോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ചു. പിന്നെ ഇത് നമ്മുടെ ലൈഫ് ഓഫ് ചോയ്സ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതെനിക്ക് കുഞ്ചു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർ ഐ ക്രീം അത് ഇട്ട് കൊടുത്തു. അതും ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി എനിക്ക്. അതിനിത് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് റൂമിലെത്തിയിട്ടുണ്ട്. ഇവളെന്തായാലും ഇപ്പോൾ ഒന്നും ഉറങ്ങൂല, കാരണം ഇവളിപ്പോൾ ഉച്ചക്ക് ഇന്ന് എണീക്കാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയോ കുത്തിമറയലാണ് പരിപാടി. എന്താ ചെയ്യുന്നേ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനിത് ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വായിക്കാൻ ആൾ സമ്മതിക്കോ, വായിക്കാൻ ടൈം കിട്ടോ ഒന്നും അറിയില്ല. ഇവിടെ നല്ല മഴയാ. ചുറ്റും അത് കളയല്ലേ പൊന്നോ, കളയല്ലേ. ഫോട്ടോ താഴെ വീണാൽ പൊട്ടിപ്പോവേ. ഷുട്ടു ബാബേന്റെ ഫോട്ടോ അല്ലേ അതില്? ആ വാ, കമിയർ കമിയർ. അങ്ങനെ പോയിണ്ട്. കമിയർ. ഓമ്പോ ഓമ്പോ. അപ്പോൾ ഓക്കെ പറ. ഓക്കെ, നമുക്ക് അടുത്ത എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണേ പറ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങട്ടെ ബൈ.